എന്തായാലും കൃഷി സംഭവങ്ങൾ ഒരു ചെറിയ സന്തോഷ വാർത്തയാണ്. അതായത് എൻ്റെ മുളകെല്ലാം ചീഞ്ഞു പോവുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് രക്ഷപ്പെട്ടതാ. നമ്മുടെ കൃഷി ഗ്രൂപ്പിലുള്ള ഒരു മിനിയോട് ഞാൻ ചോദിച്ചപ്പോൾ അതിന് ഒരു പ്രതിവിധി ചെറുതായിട്ട് പറഞ്ഞു തന്നു. അതായത് സൂഡാമോണസ് കലക്കി ഒഴിക്കാൻ പറഞ്ഞു. എന്തായാലും ആദ്യം ഉണ്ടായതെല്ലാം ചീഞ്ഞു പോയി. വലിപ്പം വെച്ച് കഴിഞ്ഞിട്ട് ചീഞ്ഞു പോയപ്പോഴാണ് സങ്കടം തോന്നിയത്. വീണ്ടും വരാൻ തുടങ്ങി, സന്തോഷം. പിന്നെ ടൊമാറ്റോ എല്ലാം ഇങ്ങനെ അടിയിലിങ്ങനെ ബ്ലാക്കായിട്ട് പോവുകയാണ്. അതിനെന്ത് ചെയ്യണമെന്നറിയില്ല. കുറേ ഉണ്ടായി, എല്ലാം ഇങ്ങനെ തന്നെയാകുക. ഒരു സർട്ടൺ സൈസ് വന്നു കഴിയുമ്പോൾ ഉടനെ അത് ചീഞ്ഞു പോകുന്നു. പിന്നെ ഈ പച്ചമുളക് ചത്തുപോയതായിരുന്നു, പിന്നെ അത് കിളുത്ത് വന്നു പൂക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇത് ചേന ഓണത്തിന് പറിച്ചൊന്നുമില്ല കേട്ടോ, കാരണം എന്ന് പറഞ്ഞാൽ മൂത്തിട്ടില്ലെന്നറിയാം. പിന്നെ ഇത് പൂത്ത് വരുന്നു, നാരകം, ചെറുനാരകം. പിന്നെ പപ്പായയൊക്കെ എല്ലാം പോയി. പാവയ്ക്ക ചെറുതായിട്ട് ഓരോന്നുണ്ടാകുന്നുണ്ട്, പക്ഷെ അതെല്ലാം വന്നിട്ട് ഒരു സർട്ടൺ സൈസ് ആകുമ്പോഴേക്കും ഈച്ച കുത്തി പോകണം. എന്താ ചെയ്യാനാ. പിന്നെ ഈ ടൊമാറ്റോ ഇതും അതുപോലെ തന്നെ ഇതിനും കേട് വരുന്നുണ്ട്. എന്താ ചെയ്യേണ്ടെന്നറിയില്ല. അങ്ങനെ കാണുമ്പോൾ സന്തോഷം, പക്ഷെ പോകുമ്പോൾ വിഷമം. പിന്നെ ചെറിയ പയർ, ഇഞ്ചി, ഈ പയറും അത് ആദ്യമല്ല. പിന്നെ ഇത് മണിത്തക്കാളി, അത് കുറേ പറിച്ചു ഈ പ്രാവശ്യം. ഈ ലെമൺ പ്ലാന്റും പൂത്തു, ചെറിയ ചെറിയ കായകളുണ്ടാകുന്നുണ്ട്. പിന്നെ ഈ പൂക്കളെക്കുറിച്ച് അല്പം പറയാനായിട്ട് എനിക്കിഷ്ടമാണ്. കാരണം ഞാൻ ഏത് സ്ഥലത്ത് പോയാലും അവിടെ നിന്ന് എന്തെങ്കിലും ഒന്നെങ്കിൽ ഒരു ഷോ പീസായിരിക്കും, അല്ലെങ്കിൽ ചെടികളുടെ വിത്തോ, അല്ലെങ്കിൽ ചെടികളൊന്നും കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വിത്തെങ്കിലും കൊണ്ടുവരും. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ ജൂൺ മാസത്തിൽ ആൻഡമാൻ നിക്കോബാർ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന, ഇവിടെ ബാംഗ്ലൂരിലുള്ള ചെടികൾ തന്നെയാണ്, പക്ഷെ എന്നാലും അവിടുത്തെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ വിത്ത് പാകി അത് പൂത്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ പറഞ്ഞാൽ വിശേഷങ്ങൾ പറയാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. എല്ലാം ഇങ്ങനെ ലെമൻ്റെ ഒക്കെ പൂവും ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്നാൽ ചൂട് തുടങ്ങുകയാണ്. എത്ര വെള്ളം കൊടുത്താലും ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കെല്ലാം ഉണങ്ങിയിരിക്കും. അങ്ങനെ ഈ വയലറ്റ് കളർ പയർ കുറേ ഉണ്ടായി ഈ പ്രാവശ്യം, ഞാൻ പറിച്ചു. ഇത് വേറൊരു ലെമൺ പ്ലാന്റാണ്, അതങ്ങോട്ട് എപ്പോൾ നോക്കിയാലും നല്ലതായിട്ട് വരും. പിന്നെ ഇതുപോലെ തന്നെ ഈ യെല്ലോ കളറിലായി പോകുന്നത്, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടെന്നുള്ളത്. പിന്നെ ഇത് മരിഗോൾഡ് വന്നിട്ട് പല കളറിലുള്ളത്. ഇതും ലെമൺ പ്ലാന്റാണ്, പൂത്തിട്ടുണ്ട്, ഒക്കെ പൂത്ത് വരുന്നു. ഇത് മരിഗോൾഡിൻ്റെ വേറൊരു കളറ്. അതുപോലെ തന്നെ ഇത് മത്തൻ്റെ കൂടെ പയറും രണ്ടും കൂടെ കിടക്കുന്നു. പ്രാവശ്യം കുറേ പടവലങ്ങ ഉണ്ടായി, പക്ഷെ എല്ലാം വന്നിട്ട് അധികം വലുതാകുന്നതിന് മുമ്പ് ഈച്ച കുത്താൻ തുടങ്ങി. അപ്പോൾ വലിയ പൂ വലുതാകുന്നതിന് മുമ്പ് പറിക്കേണ്ടി വന്നു. ഇതൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ കൃഷി. ഇത് മരിഗോൾഡിൻ്റെ വേറെ വെറൈറ്റിയാണ്. പിന്നെ ഇത് നമ്മുടെ വള്ളിച്ചീര ഇപ്പോൾ റീസെൻ്റ്ലി പറിച്ചുകൊണ്ടത് ചെറുതായിട്ടിരിക്കുന്നു. ഇത് മത്തനാണ്. ഇത് വാഴ കൊലച്ച് നിൽക്കുന്ന കാണാമെന്ന് തോന്നുന്നു. അതാണ് ഒരു വാഴക്കൊല. പിന്നെ ഒക്കെ പൂക്കൾ തന്നെ. മാവ്, ഇത്
ചെറിയ വെണ്ടയാണ്. പിന്നെ ഇത് കുക്കുംബർ വന്നിട്ട് ഞാൻ ഒരു ഈച്ച കുത്താതിരിക്കാൻ ചെറിയ ബോട്ടിലിനകത്തേക്ക് ഇറക്കി വെച്ചു. കാണാമെന്ന് തോന്നുന്നു. ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചീര എന്നാണ്. കന്നഡത്തിൽ ചീര എന്നുള്ളതിൻ്റെ വാക്കാണ് സൊപ്പു. അതുപോലെ തന്നെ ഈ തക്കാളി വന്നിട്ട് അവിടെ ജീവൻ വെക്കുന്നില്ല. അത് ശരിക്ക് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ സൈസ് വരുന്നില്ല. ഇത് മഞ്ഞൾ ഇത് വിത്തിന് വേണ്ടിയിട്ട് ചുമന്ന ചീര നിർത്തിയിരിക്കുകയാണ്. ഇത് മഞ്ഞൾ, ഇത് ആവക്കാഡോ ട്രീ, അവക്കാഡോ. പിന്നെ ഇവിടെ ഒരു കാച്ചിലുണ്ട്. അത് ഞാൻ ഈ മാവേലോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. ബാഗിനകത്തുനിന്ന് കയറിപ്പോയിരിക്കുകയാണ്. എല്ലാം സന്തോഷമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആരോഗ്യം പെർമിറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇത് പയർ ചെറുതായിട്ട് കിളിപ്പിച്ചിരിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഓണവിശേഷം ചുരുക്കുന്നു.